സിജോ ബിഗ് ബോസ് വീടിനകത്തേക്ക് എൻട്രി ചെയ്തോ? കൺഫേംഡ് ആയോ? ഇന്നോ നാളെയോ കയറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രൊമോ ഒക്കെ ഉടനെ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്താണ് സംഭവം? ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ സിജോ ബിഗ് ബോസ് വീടിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. സിജോ എൻട്രി ചെയ്തു. ഇന്നോ നാളെയോ കയറുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ ലൈവിൽ കാണാൻ പറ്റും. അഥവാ ഇനി നാളെയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ മറ്റന്നാളത്തെ ലൈവിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റുന്നത് സിജോ ഓൾറെഡി ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഇപ്പം സിജോ ഉണ്ടെന്നാണ്. അതേ കൺഫേംഡ് ആയിട്ട് അറിഞ്ഞ സംഭവം തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രി സിജോയുടെ എൻട്രി പ്രൊമോ എപ്പിസോഡ് തീർന്നതിന് ശേഷം രാത്രി 10:30 ചാനൽ ഏഷ്യാനെറ്റിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പ്രൊമോ കാണിക്കൂല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്രൊമോ ആയിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് പിന്നീട് രാത്രി 12 മണിക്കാണ് ഇപ്പം പ്രൊമോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ. ചിലപ്പോൾ അപ്പോഴായിരിക്കും, ചിലപ്പോൾ രാവിലെ വരുന്ന പ്രൊമോയിലായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സിജോ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. റീ എൻട്രി ചെയ്തിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ അണ്ടറിലായിരുന്നു സിജോ ഇത്രയും ദിവസം ഇരുന്നത്. അപ്പോൾ അവർ എപ്പിസോഡ്സ് എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സീക്രട്ട് റൂമിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. മനസ്സിലായില്ലേ? റീ എൻട്രി ആണെങ്കിലും സിജോ അവരുടെ കീഴിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിജോ അടുത്തും പോയിട്ടോ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോ ഇരുന്ന് കണ്ടത് ഒരു സീക്രട്ട് റൂമിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുപോലെ ഇരുന്നിട്ടായിരിക്കാം ഇത്രയും ദിവസം കണ്ടിട്ടുണ്ടായിരിക്കുക. 10-30 ദിവസം ഇത് ഞാൻ എൻ്റെ ഊഹം പറയുന്നതാണ്. കണ്ടിട്ടുണ്ടായിരിക്കും. 30 ദിവസം ഒരു മനുഷ്യനെ പിടിച്ച് അടച്ചിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി എന്തായിരിക്കും കളി? ആരെയായിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് സിജോ? ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും സിജോയുടെ കളികൾ? ആരെ സിജോ സപ്പോർട്ട് ചെയ്യും? സിജോയ്ക്ക് ഈ ഇരുന്ന് കണ്ടപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക? പുതിയ സിജോ പറയാൻ പോകുന്ന പോയിന്റ്സ് എന്തൊക്കെയായിരിക്കും? ഞാൻ വെയിറ്റിംഗ് ആണ്. കാരണം നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഒരു പക്ഷേ ലാസ്റ്റത്തെ റീ എൻട്രി ആയിരിക്കും സിജോയുടേത്. അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് റീ എൻട്രി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ലാസ്റ്റ് എൻട്രി ആയിരിക്കും, ഒരു കണ്ടസ്റ്റൻ്റെ ലാസ്റ്റ് എൻട്രി ആയിരിക്കും സിജോ എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ട്വിസ്റ്റുകൾ നാളത്തെ ദിനം തൊട്ട് സംഭവിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നോക്കാം. സിബിനും സിജോയുമായിട്ടുള്ള ഒരു നേർ പോരാട്ടം ഉണ്ടാകുമോ, അതോ ഈ പറയും പോലെ വേറെ എങ്കിലും ലെവലിലേക്ക് സിജോയുടെ ഗെയിം പോകുമോ? ആരായിരിക്കും ഇനി സിജോയുടെ ടാർഗറ്റ്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് സിജോ തിരിച്ചു വരുന്നതിനോട് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? വരണമെന്നാണോ വരണ്ടെന്നാണോ? എന്താണ്? സിജോയുടെ ഹെൽത്ത് ഒക്കെ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും സിജോയുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണെന്നാണ് അറിയുന്നത്. അതെല്ലാം ഓക്കെ ആയി. എല്ലാം സിജോക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെക്ക് ചെയ്ത് സൈൻ ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ എല്ലാം പക്കയായിട്ടാണ് വീട്ടിനകത്ത് കയറിയെന്നാണ് അറിയാൻ പറ്റുന്നത്. സോ നമുക്ക് നാളത്തെ ലൈവിൽ കാണാൻ പറ്റും. മിക്കവാറും ഇന്ന് രാത്രി പ്രൊമോ വരുമ്പോൾ കാണാൻ പറ്റും. ചിലപ്പോൾ പ്രൊമോയ്ക്കകത്ത് മുഖം കാണിക്കും, സിജോ വരുന്ന സാധനം കാണിക്കും. ചിലപ്പോൾ പ്രൊമോയ്ക്കകത്ത് മുഖം കാണിക്കത്തില്ല. വീട്ടുകാരൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞില്ല, അയ്യോ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സാധനമായിരിക്കും കാണിക്കുന്നത്. പക്ഷെ വീട്ടുകാരും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. സിജോ വരുന്ന കാര്യം ആരും അവിടെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ വൈൽഡ് കാർഡ്സിന് ചിലപ്പോൾ അറിയായിരിക്കും സിജോ വരും. കാരണം സിജോ അവിടെ നിന്ന് പുറത്തായതിനു ശേഷം എവിടെയാണെന്ന് നമ്മുടെ ഈ കയറിയ വൈൽഡ് കാർഡ്സിനൊക്കെ അറിയായിരിക്കുമല്ലോ സിജോയുടെ കാര്യം എന്താണ്. അപ്പോൾ സിജോ വരുന്ന ചിലപ്പോൾ അവർക്ക് ചിന്തയുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ അവർ കയറിയിട്ട് 1-2 ആഴ്ച കൊണ്ട് ഇനിയിപ്പോൾ ദിവസം 50 ആവാൻ പോയല്ലേ വരുമോ എന്നൊക്കെ ഒരു ചിന്ത അവർക്ക് കാണും. പക്ഷേ സിജോ വരുമ്പോൾ വീട്ടുകാരെന്തായാലും ഞെട്ടിപ്പോവും. ഇവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സിജോക്ക് സർജറി കഴിഞ്ഞു, താടിയൊക്കെ എടുത്തിരിക്കുന്നതല്ലേ ഇവർ കണ്ടു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഇവരുടെയൊക്കെ മുഖഭാവങ്ങൾ കാണാനും എങ്ങനെയൊക്കെ ആയിരിക്കും സിജോ കളിക്കുന്നതെന്ന് അറിയാനും ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റ പേജും ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബിഗ് ബോസിൻ്റെ വിശേഷവും അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.